യാത്ര ഈ ബോട്ടിലുള്ള യാത്ര നമ്മൾ അവസാനിക്കാൻ പോവുകയാണ്. പല പ്രാവശ്യം നമ്മൾ ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു രസകരവും അല്ലെങ്കിൽ വിജ്ഞാനപ്രദവും അങ്ങനെയാണ് പറയേണ്ടത്. അധ്യാപകരെന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിജ്ഞാനപ്രദമായ ഒരു യാത്രാനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. ഞങ്ങളതിന് എന്താ പറയുക, ഇതിൻ്റെ സുജിത് സാർ എന്താ പറയുക, ബോട്ട് മാസ്റ്ററാണ് സുജിത് സാർ. അദ്ദേഹമാണ് ഇത് വിശദീകരിച്ചത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, കുട്ടനാടിൻ്റെ പ്രത്യേകത, അതുപോലെ ഈ നമ്മൾ കടന്നു വന്ന ഓരോ മേഖലയുടെയും പ്രത്യേകതകളും അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നല്ലൊരു എന്താ പറയുക അനുഭവം നമുക്ക് തരികയുണ്ടായി. നമ്മൾ സഞ്ചാരമൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത്. അതിൽ അത്തരത്തിലുള്ള വളരെ വളരെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വിശദീകരിച്ച് തന്നു. അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പല പ്രാവശ്യം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഇവിടെ സാധാരണ ബോട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള അനുഭവം ആദ്യമാണ്. എന്തായാലും അതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ബോട്ടിലുള്ള. അതുപോലെ നമുക്ക് എന്താ പറയുക, ഈ ബോട്ടിലെ മറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ വളരെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ ബസ്സിനടുത്തേക്ക് വന്നാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ബോട്ടിനകത്തേക്ക്. ഇവിടെയുള്ള ഓരോ മെമ്പർമാരും, ഇതിലെ ക്രൂ മെമ്പർമാരോടും അതുപോലെ ക്യാപ്റ്റനോടും മറ്റുള്ള അംഗങ്ങളും ഓരോരുത്തരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പത്രത്തിലൂടെയും അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് അതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയും അങ്ങനെയാണ് ഇങ്ങനൊരു യാത്ര മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഇത് എന്താ പറയുക, എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് എനിക്ക് തന്നിട്ടുള്ള ഒരു ഉപഹാരമാണ്. അപ്പോൾ ആ യാത്രയിൽ അവരോടുള്ള സ്നേഹവും നന്ദിയും കൂടി പലതവണ പറഞ്ഞാണെങ്കിലും ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചും ഈ വേമ്പനാട്ട് കായലിൽ വെച്ചും പറയാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. പ്രത്യേകം നന്ദി എല്ലാവർക്കും. എന്തായാലും ഇത്തരത്തിൽ ഓരോ പ്രദേശങ്ങളിലും കേരളത്തിൻ്റെ വിവിധ സഞ്ചാര പ്രധാനമുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ആളുകളുടെ വിശദീകരണത്തോടു കൂടിയുള്ള പരിപാടികൾ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു യാത്രകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും ഫലപ്രദമായിരിക്കും. ഇനിയും നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി കേരളം വളരാൻ അതുകൊണ്ട് കഴിയും. നമ്മൾ പലപ്പോഴും പല മേഖലകളെയും അവഗണിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഗവൺമെൻറ്റിനോടും മറ്റ് ഇതിൻ്റെ അധികാരികളോടും ടൂറിസ്റ്റ് മേഖലയിലുള്ള എല്ലാവരോടും തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.